Good morning, Mr. and kiddos. Good morning, all. Good morning, ma'am. 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 Good morning. Hello, ma'am. Ma'am, ക്ലാസ് തുടങ്ങിയില്ലല്ലോ. തുടങ്ങിയോ? മാം വന്നിട്ടങ്ങ് പോയടാ. ഒന്നും കേൾക്കാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല. ഞാൻ കരുതി എനിക്ക് എടാ ഇപ്പൊ വന്നിട്ടുണ്ടെടാ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. ഇല്ല മാം, കാണുന്നില്ല. ഇപ്പൊ ഓക്കെയാ. ഇപ്പൊ കാണാം മാം. മോർണിംഗ് മാം. ഇപ്പൊ കാണാം. ഗുഡ് മോർണിംഗ് മാം. വീണ്ടും പോയി. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. മാമിനെ കാണാൻ പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. കുറെ നേരമായില്ലേ ഗുഡ് മോർണിംഗ് പറയണേ. പക്ഷെ ഭയങ്കര ടെക്നിക്കൽ ഇഷ്യൂ. ഇവിടെ നിന്ന് ഒന്നും ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ലീവ് ആയത് കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ് പറയുന്നത്? ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്നും എന്നിൽ നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മീടയും തുല്യമായി തരും പ്രകാശവും നീയല്ലോ. താങ്ക് യു മാം. ആയിരുന്നു കേട്ടോ. സൈനിങ്. Ma'am, sign in. അരളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി
അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണിക്കിങ്ങിണി കിളിപാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ വിശ്രവസുമാമുനി തന്നരികെ വിശ്വവിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാം ഇവളിലെ ദുഃഖം തീർപ്പാൻ വഴിയിലെ മുനി സങ്കൽപ്പം ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ കരിവണ്ടൻ നിറത്തിലുള്ള കാർകൂന്തൽ കാറ്റിലൊതുക്കി മുല്ലപ്പൂ സൗരഭ്യം പരത്തി നാട്ടുവേഷത്തിൻ ചന്തത്തിൽ കൊലുസുകൾ കൊഞ്ചി താളം ചവിട്ടി നാട്ടുവരിപ്പാതയിലൂടെ കുപ്പിവള കിലുക്കവുമായി കടക്കണ്ണിൽ കരിമഷി മുരുട്ടിയ ആ ഉണ്ടക്കണ്ണികൾ ഉറങ്ങിപ്പോയപ്പോ ഒന്നുണർത്താൻ ശ്രമിച്ചതാട്ടോ. അപ്പോ എല്ലാ കിഡൂസിനെയും ആത്മാർത്ഥമായി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ കുട്ടികളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കണമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന നമ്മുടെ അധ്യാപിക ആമുഖത്ത് എന്നും ഒരേ ഭാവം, നിഷ്കളങ്ക സ്നേഹം മാത്രം കണ്ടിട്ടുള്ളൂ. ആ വചനത്തിനുടമയ്ക്ക് കൊടുക്കാൻ നമുക്ക് നമ്മുടെ സ്നേഹം സ്വാഗതം ചെയ്യുന്നു ടീച്ചറെ ക്ലാസ്സിലേക്ക്. ലെറ്റ്സ് വെൽക്കം അവർ ലവ്ലി മാം, അവർ മാർവലസ് ക്ലാസ് റൂം. സൈൻ ഇൻ ബൈ പ്രസിദ്ധ ഫ്രം തൃശൂർ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. Okay. Thought of the day. Good morning, ma'am. Good morning, Jolie. Thought of the day, no? Okay. Hara thought of the day. Okay. ഞങ്ങൾ ഒരുമിച്ച് പ്രസിദ്ധ പറഞ്ഞു തോന്നുന്നത് നല്ല ആങ്കറിങ്ങിനൊക്കെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ആങ്കറിങ് ചെയ്യുന്ന പോലെ തോന്നിയില്ലേ പ്രസിദ്ധന വാക്കുകള് ഇല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു കേട്ടോ ആങ്കറിങ് ഒക്കെ. താങ്ക് യു മാം. അതല്ല നമ്മുടെ MTH. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. സോ ഇത് എവിടെ വരെ ഡിസ്കസ് ചെയ്തു? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ബോക്സ് വരെ പഠിച്ചു മാം. ബോക്സ് മെഷർമെന്റ്. ആ ബോക്സ് വരെ പറഞ്ഞോളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാണ്. ഇവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രോത്ത് ആണ് പറയുന്നത്. ഗ്രോത്ത് നമ്മൾ ഓരോ ഏജിലും എങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. നോർമൽ ആയിട്ട് 3 years ഓൾഡ് ഉള്ള ഒരു കുട്ടിക്ക് എത്രയാണ് 41 ഇടാം. 41 എത്രയാണ് ഹൈറ്റ്, എത്രയാണ് വെയിറ്റ് വേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഓരോ കുട്ടികൾക്കും അവരുടെ ഏജിനനുസരിച്ചുള്ള ഹൈറ്റും വെയിറ്റും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്തമായിട്ടാണ് ഹൈറ്റും വെയിറ്റും പറയാറ്. അത്രയും വരെയാണ് പറഞ്ഞു നിർത്തിയത്. The gain in height and weight different from child to child. കുട്ടികളിൽ ഈ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടിയും വളരെ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളിലും എന്താണ് ഹൈറ്റിലും വെയിറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവും. The size of the brain is also increased steadily in preschool years. നമ്മളുടെ ബ്രെയിനിന്റെ സൈസ് preschool years ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി കൂടും. By the time a child is 6 years old, ഒരു കുട്ടി 6 വയസ്സുള്ള സമയത്ത് the weight of its brain is 90% of that the brain of an adult. ഒരു മുതിർന്ന വ്യക്തിയുടെ ബ്രെയിനിന്റെ 90% വളർച്ച ഏത് പ്രായത്തിൽ കൈവരിക്കും കുട്ടികള്? 6 years. അതാണ് നമ്മൾ
6 ഇയേഴ്സിൽ. നമ്മൾ കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? 6 വയസ്സ് വരെയാണ് കുട്ടികളുടെ 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്താ പറയാ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അല്ലെ. അപ്പോൾ 90% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, കുട്ടികളെ കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ 90% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് 6 വയസ്സിനുള്ളിലാണ്. ദെൻ മസിൽസ് ഓൾസോ ബിക്കെയിം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. മസിൽസ് ഒക്കെ തിക്കർ സ്ട്രോങ്ങർ ഒക്കെ ആവാനായിട്ട് തുടങ്ങും. By 4 years of age, children secure toilet and control at night. നമ്മുടെ കുട്ടികള് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ശീലം അവർക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. രാത്രികാലങ്ങളിൽ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാറാവുമ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് തോന്നുന്നുള്ളൂ, ടോയ്ലറ്റിൽ പോകാറായി എന്നുള്ള സിഗ്നൽ ബ്രെയിനിൽ വരണം. അപ്പൊ അതൊക്കെ തോന്നി തുടങ്ങുന്നത് 4 വയസ്സ് മുതലാണ്. 4 വയസ്സ് വരെ ഈ കുട്ടികള് ചിലപ്പോ എന്താ പറയാ ബെഡിൽ തന്നെ യൂറിൻ പാസ് ഒക്കെ ചെയ്യാം. പക്ഷെ 4 വയസ്സ് കഴിയുമ്പോഴേക്കും അത് മാത്രം സംഭവിക്കും. ഓർ മേ ബി ഏർലി സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികളിൽ മാറ്റം ഉണ്ടാവും. എന്നാൽ 4 വയസ്സ് വരെ അത് കോമൺ ആണ്. കുട്ടികള് ബെഡിലൊക്കെ യൂറിൻ പാസ് ചെയ്യാന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ടും അവർ ആ ടോയ്ലറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മള് ഡോക്ടറിന്റെ അടുത്തൊക്കെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ 4 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ അക്യൂർ ടോയ്ലറ്റ് ആൻഡ് കൺട്രോൾ ഒക്കെ ആയിട്ട് രാത്രികാലങ്ങളിൽ കൺട്രോൾ ചെയ്യാനൊക്കെ പഠിച്ചോളൂ. പാരന്റ്സ് ക്യാൻ യൂസ് ലൈക്ക് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. അപ്പൊ കുട്ടികള് നമ്മൾ പറഞ്ഞില്ലേ 6 വയസ്സിന് താഴെയുള്ള കുട്ടികള് ഇവിടെ ആർക്കൊക്കെ ഉണ്ട്? എനിക്കുണ്ട് മാം. എനിക്കുണ്ട് മാം. ഓക്കെ നിങ്ങൾക്ക് ഇത് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Parents can use activities like playing with blocks, puzzles, sorting buttons, beads, cutting along a straight line using blunt scissors, paper tearing, coloring, paper holding to enhance the fine motor coordination of young children. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ കൂടാനും ബ്രെയിൻ ഡെവലപ്മെന്റ് കൈവരിക്കാനൊക്കെ കൂടുതലായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുട്ടികളെ ഇപ്പം എന്ത് ചെയ്യാം, ഇതേപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് ആ കുട്ടികളെ കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ. പിന്നെ ഞാൻ കാര്യം പറയട്ടെ. പറഞ്ഞോ. എന്റെ ഒരു കസിന്റെ കുട്ടിയുണ്ട്, അതായത് എന്റെ സ്വന്തം സിസ്റ്ററിന്റെ കുട്ടിയാണ്. ഇച്ചിരി മറിഞ്ഞതാണ് സിസ്റ്റർ എന്ന് പറയാം. ക്ലിയർ ആവുന്നില്ല സിനു, ക്ലിയർ ആവുന്നില്ലടാ. അതില് കുട്ടിക്ക് ഇപ്പൊ 4 വയസ്സായി. പക്ഷെ അത് ഭയങ്കര പവറാ. ഇത്രയും നേരം ക്ലിയർ ആവുന്നുണ്ട്, പറഞ്ഞോടാ. അവനിക്ക് ഭയങ്കര ഒരു ആൺകുട്ടിയാണ്, 4 വയസ്സേ ആയിട്ടുള്ളൂ. ഭയങ്കര മെമ്മറി പവർ അവനിക്ക്. അതായത് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ഒരു സാധനത്തിന്റെ കളർ കണ്ടാൽ അത് ഇന്നതാണെന്ന് അറിയാം. അവന് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കും. നമ്മൾ എന്ത് അങ്ങോട്ട് പറഞ്ഞാൽ അവനക്ക് മനസ്സിലാവും. പക്ഷെ അവന്റെ ഈ നമ്മുടെ മൂത്രമൊഴിക്കുക, അപ്പി എന്നൊക്കെ ആള് പറയില്ല. അതായത് അവനക്ക് അത് ചെയ്യാൻ അറിഞ്ഞൂടാ. അത് പറഞ്ഞ് അത് നമ്മളിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്ന് അറിയില്ല. നമ്മളിവിടെ ഓരോരുത്തരും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്, ഭയങ്കര മെമ്മറി പവർ ആയിരിക്കാം എന്നാണ് അവൻ പറയാം. അവനിപ്പോ അംഗനവാടി പോകുമ്പോൾ അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എല്ലാവരും പിക്കലിനാണ് അവനെ വിളിക്കുക. അപ്പൊ അവനെല്ലാം പറയും, എന്റെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട് എല്ലാ കാര്യങ്ങളും. അതായത് എനിക്കും അതേ ഏജിൽ തന്നെയാണ്, 2 മാസത്തിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ നമുക്ക് ഇവനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ അവനൊരു റോബോട്ടാണ്. അവൻ നടക്കണതാണെങ്കിലും എല്ലാം അതേപോലെയാ, ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എന്ത് കഴിക്കാൻ കൊടുത്താലും ഇത് തിന്നാനാണോ, ഇത് എങ്ങനെ കഴിക്കുക എന്നുള്ള ചോദ്യമാണ് അവൻ നമ്മളോട് ചോദിക്കുക.
അത് എന്താണെന്ന് നമുക്ക് അറിയില്ല. അതൊരു ഇനി ഡോക്ടറെ കാണിക്കേണ്ട ഒരു ശീലമാണോ എന്ന് നമുക്ക് അറിയില്ല ആളുടെ. ഒന്ന് പറഞ്ഞു നോക്കുക. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 4 വയസ്സ്. പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ അടുത്ത് വാട്ട് ഈസ് യുവർ നെയിം, അപ്പൊ അവൻ പറയും മൈ നെയിം ഈസ്, അവന്റെ പേര് പറയും. അതുപോലെ തന്നെ അവൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, അവൻ ഇപ്പൊ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഫാത്തിയ എന്ന് പറഞ്ഞ സൂറത്തൊക്കെ ഉണ്ട്, അതെല്ലാം അവനക്ക് കാണാതെ അറിയാം. അതായത് അവനക്ക് ഭയങ്കര മെമ്മറി പവർ ആയിരിക്കും. പക്ഷെ ആളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളൊരു പഴം കൊടുത്തെങ്കിൽ ഇത് എന്തിനാ, ഇത് കഴിക്കാനാണോ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പിക്കന്റെ പേരെന്താ, ഇങ്ങനെ റോബോട്ട് വരും നമ്മുടെ അടുത്ത് തിരിച്ച് അതന്നെ ഇവനിങ്ങനെ. അത് കുറച്ചേരം കഴിയുമ്പോൾ അവൻ നമ്മളോട് മറുപടി പറയും അതിന്റെ. പക്ഷെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. പിക്ക ഇതിന്റെ കളർ എന്താ എന്നവനിങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടാണ് അവൻ ആ കളർ പറയുള്ളൂ. അത് എന്ത് പ്രത്യേകത? ചെറുതായിട്ട് എന്തെങ്കിലും ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നമായിട്ടാവും. ജനറ്റിക്. അപ്പൊ അവന്റെ ഗ്രാൻഡ് ഫാദർ, അതായത് ഇപ്പൊ എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ വാപ്പാക്ക് ഇതുപോലെ ചെറിയൊരു നമ്മൾ പറയുന്ന പോലെ ഓർമ്മക്കുറവല്ല, ആള് ഇങ്ങനെ കുറച്ച് നമ്മൾ പറയാ കുറച്ച് ബാക്കിലുള്ള ഒരാൾക്കാരില്ലേ, അതായത് സാധാരണ പവറുള്ള ആൾക്കാരല്ലാത്ത ഒരു കുറച്ച് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരാളാണ്. ഇനിയിപ്പോ ആ വാപ്പാന്റെ രീതിയിൽ വന്നതാണോന്ന് അറിയില്ല. എടാ ഇത് നല്ലതാണെന്ന് ഡോക്ടറൊന്ന് കൺസൾട്ട് ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. കാരണം അല്ല, അവൻ നടക്കുമ്പോഴാണെങ്കിൽ അവനക്ക് എല്ലാത്തിനും ഭയങ്കര പേടിയാ. അത് നമ്മൾ കുട്ടികൾ കാണിക്കുന്ന ഒരു പ്രവണതയല്ല മാം. ഇപ്പൊ എന്റെ കുട്ടിക്ക് 4 വയസ്സ് ആയിട്ടില്ല, അവനെ എല്ലാവരും കൊഞ്ചിക്കും, ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും എന്റെ കുട്ടീനെ. പക്ഷെ ഇവൻ ഭയങ്കര മെച്ചുവേർഡ് ആണ്. അതായത് ഇവനെ നമുക്ക് ഉമ്മ വയ്ക്കാനോ അല്ലെങ്കിൽ എടുത്ത് പുന്നാരിക്കാനോ ഇവനെ നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവന്റെ കയ്യിലുള്ളത്. പക്ഷെ ഭയങ്കര മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മിനിറ്റ്, സിസ്റ്റർ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഇവനോ? കുട്ടിക്ക് ജനിച്ചതിന് ശേഷം? കുട്ടിക്ക് ജനിച്ചതിന് ശേഷം ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു ഫിക്സ് വന്നിട്ടുണ്ട് അവനിക്ക്. മാം അതൊരു ജനറ്റിക് ഡിസീസ് ആണ് മാം. ജനറ്റിക് ഡിസീസ് ആണ്. ഇനിയിപ്പോ നമുക്കറിയില്ല, കാരണം നമ്മൾ ഇനി അവരോട് അത് പറയുമ്പോഴേ ഞങ്ങൾക്ക് പലതവണ നമ്മൾ ഫാമിലി ആയിട്ട് കൂടുമ്പോഴാണ് നമ്മൾ ഇവനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. ഇവന്റെ ഏജിൽ തന്നെ ഒരു കുട്ടി നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഈ കമ്പാരിസൺ വരുന്നത്. ഇപ്പൊ ഇവനെ പലയിടത്ത് നമ്മൾ വെച്ച് കാണുമ്പോഴും നമ്മുടെ കുട്ടിയിൽ നിന്ന് ഭയങ്കര മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മതി ആൾക്ക് ക്യാച്ച് ചെയ്യാൻ. എന്നിട്ട് ഞാൻ അവളോട് പറയടി, നിനക്ക് ഫ്ലാഷ് കാർഡ് ഒക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടല്ലോ. അവളോട് എല്ലാ ഫ്ലാഷ് കാർഡ് അവനക്ക് അറിയാം, എല്ലാത്തിന്റെ പേരറിയാം. ഇപ്പൊ അവള് സ്പെല്ലിംഗ്, ഇപ്പൊ അവള് വക്കീലിന് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ അവള് പറഞ്ഞു ഞാൻ സ്പെല്ലിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നമുക്ക് പുറമേന്ന് നോക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവളോട് എല്ലാരും പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവൾക്കും ഇപ്പൊ അതൊരു തോന്നി തുടങ്ങിയിട്ടുണ്ട് അവളുടെ ഉള്ളിലും. എന്താണെന്നത് അറിയില്ല ഞങ്ങക്ക്. ഇപ്പൊ മിസ് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാൻ കാരണം. മിസ് ഇപ്പൊ ഇങ്ങനെ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്. ഓക്കേടാ, അതൊന്ന് സ്വന്തം രീതിയല്ലേ? അതെ അതെ, ഒന്ന് പറഞ്ഞു നോക്കടാ, അവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ചെറുപ്പത്തിലേ മാറ്റാൻ പറ്റും. ഒരുപാട് അസുഖങ്ങൾ നമ്മൾ നേരത്തെ കണ്ടെത്താണെങ്കിൽ ചെറുപ്പത്തിലേ ട്രീറ്റ്മെന്റ് എടുത്താല് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും പറയാം കേട്ടോ. ഒന്ന് നോക്കാം. ഒരു മെന്ററെ ഒരു സൈക്കാട്രിസ്റ്റിനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു നോക്കുമ്പോ അതിന്റെ ഒരു റിസൾട്ട് കിട്ടുമോ? നമ്മള് ആദ്യം തന്നെ പീഡിയാട്രിഷനെ കാണിച്ചു നോക്കാം. എന്നിട്ട് ഈ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ പോലെയാണ് ആള്, നല്ല ആക്റ്റീവ് ആണ്, പക്ഷെ ആൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല, എന്ത് ശീലങ്ങളുണ്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആക്റ്റീവ് അല്ല ആള്. ഇപ്പൊ ആള് നമ്മളെടുത്ത് ഇപ്പൊ ഞാൻ അവനോട് പറയണം ഐ ലവ് യു എന്ന് പറയുമ്പോ അവൻ ഐ ലവ് യു ടു മാമി അല്ലെങ്കിൽ ഐ ലവ് യു ടു എന്നൊക്കെ പറയും. അവൻ ഭയങ്കരമായിട്ട് നമ്മളോട് വളരെ സ്ഫുടതയോട് കൂടിയിട്ട് സംസാരിക്കുള്ളൂ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് സംസാരിക്കുകയും ചെയ്യണം. അതായത് നമ്മളിങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് അവൻ പിക്കന്റെ താത്താന്റെ പേരെന്താ എന്ന് കറക്റ്റായിട്ട് ചോദിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അവനെ ക്ലിക്ക് ആവില്ല. നമ്മൾ കറക്റ്റായിട്ട് അവന്റെ ഭാഷയിൽ സ്ഫുടതയോട് നമ്മൾ കൊഞ്ചിച്ച് വർത്താനം പറഞ്ഞാൽ അവനക്ക് ഒട്ടും മനസ്സിലാവില്ല. ആടാ, ഇത് ചെറുപ്പത്തിലെ ഫിക്സ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പീഡിയാട്രിക് ന്യൂറോളജി ആള് പറഞ്ഞ പോലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആദ്യം ഒന്ന് നോക്ക്. ഓക്കെ, നല്ലതായിരിക്കും. എന്റെ അഭിപ്രായം കേട്ടോ, എന്റെ ഒരു അഭിപ്രായം. 4 വയസ്സ് കഴിഞ്ഞിട്ടും എനിക്കൊരു കുട്ടി ഇതേപോലത്തെ ഇപ്പൊ കറക്റ്റ് 4 വയസ്സ് വെച്ചിട്ട് 28-ാം തീയതി വന്നപ്പോ എനിക്ക് 4 വയസ്സ് പൂർത്തിയായിട്ടുള്ളൂ.
ആയിട്ടുള്ളൂ അല്ലെ? അപ്പൊ 4 വയസ്സ് കഴിയട്ടെ. അപ്പോഴേക്കും ഈ 4 വയസ്സായി എന്ന് പറഞ്ഞാലും നമുക്ക് ആ 4 വയസ്സിന്റെ ആളല്ല. അതായത് ആള് ചെറുത, ഭയങ്കര കുരുട്, നമ്മുടെ മുട്ടിന് താഴെ ഉള്ളൂ. പക്ഷെ ആള് നമ്മുടെ മെമ്മറി പവർ വെച്ച് നോക്കുമ്പോ ആള് നമ്മള് ഒരു 1ാം ക്ലാസ്സിലൊക്കെ ഇരിക്കേണ്ട ഒരാളുടെ പവർ ഉണ്ട് ആക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം ഒന്ന് നോക്കാട്ടോ. അത് 4 വയസ്സ് കഴിയുമ്പോഴേക്കും മാറേണ്ടതാണ്. ഓക്കെ. ഇനി ഓക്കെ മാം, നമ്മളിനി കുട്ടികളിൽ പസിൽസ് കൊടുക്കാം, ബ്ലോക്സ് വെച്ച് പ്ലേ ചെയ്യാം, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞില്ലേ? അപ്പോ അതേപോലെ തന്നെ നമുക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ കിട്ടും. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് സാധാരണ വുഡിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ കിട്ടാറുണ്ട്. നോക്കിട്ടാം, ഇതൊരു പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് ആൽഫബറ്റ്സിന്റെ. 3 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ കുട്ടിക്ക് ഒരു പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ആൽഫബറ്റ്സിന്റെ ആണ്. അല്ലാതെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ ഉണ്ട്. നോക്കട്ടെ. പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ മോണ്ടിസോറി അടിച്ചാലും നമ്മുടെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ കിട്ടും. ഉണ്ടോന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് പ്രീ റൈറ്റിംഗ് ബോർഡുകൾ. വർക്ക്ഷീറ്റ് സോ നമ്മള് ഇതുണ്ടോ, ഇതേപോലത്തെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകളാണ് ആദ്യം കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കേണ്ടത്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ കാണുന്നതല്ല കേട്ടോ, ഞാൻ വൺ മിനിറ്റ് കേട്ടോ. നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് തന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ആക്ടിവിറ്റീസും ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് പെൻ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ധാരണ കിട്ടും. ദെൻ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ടോ, ഇതൊക്കെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് കേട്ടോ. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് തന്നെ യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് നമ്മളത് എങ്ങനെയാണ് അത് വരയ്ക്കുക, അവരെ കൊണ്ട് തന്നെ അത് ശീലിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദെൻ എന്ത് ചെയ്യുക, ആൽഫബറ്റ്സ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാം, ഈ പെൻസില് പിടിക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് അതിനെന്തേലും വേറെ ട്രിക്ക് ഉണ്ടോ? ഇതിലിങ്ങനെ നമ്മൾ ഈ പെൻസില്, എൻ്റെ അടുത്ത് ട്യൂഷൻ വരുന്ന ഒരു കുട്ടിയുണ്ട്, ഡേ കെയർ പോലെ വരുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവൻ എങ്ങനെയാന്ന് വെച്ചാല് പെൻസില് അവൻ എല്ലാം പറയും, ഇതുപോലെ എല്ലാം പറയും, പക്ഷെ എങ്കിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാനും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എഴുതാനും കഴിയുന്നില്ല. ബാക്കിയൊക്കെ ചെയ്യും. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തൊന്ന് ചെയ്യിപ്പിച്ച് നോക്കും. എത്ര വയസ്സായ ആൾക്ക്? 4 വയസ്സ് കഴിഞ്ഞു. 4 വയസ്സ് കഴിഞ്ഞു. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമുക്ക് മാറ്റാൻ ഇനി പറ്റും. LKG പോകേണ്ടതാ, സെപ്റ്റംബറിൽ LKG ചേർക്കേണ്ടിയായിരിക്കും. പക്ഷെ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ എങ്ങനെയാ വെച്ചാൽ, പെൻസിൽ ഓന് എഴുതുമ്പോ ഒരു കട്ടിയില്ലാണ്ട് എഴുതുക, ഹോൾഡ് ചെയ്യാൻ അറിയില്ല. അത് ജസ്റ്റ് ആ പെൻസിൽ കൊടുത്ത് ശീലിപ്പിക്കും. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. ആൽഫബറ്റ്സിന്റെ കിട്ടും, ന്യൂമറിക്കൽസിന്റെ കിട്ടും. സോ നമ്മൾ കുട്ടീനെ എഴുത്ത് കൈ പിടിച്ച് നിർബന്ധിച്ച് എഴുതിപ്പിക്കൊന്നും വേണ്ട. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കൊടുത്ത് തന്നെ അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഇത് ഈ ഒരു ഇത് വെച്ച് ബീറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങള് അപ്പൊ 1ന് 1 ബീറ്റ് വെക്കും, 2ന് 2 ബീറ്റ് വെക്കും. കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾ മോണ്ടിസോറി പഠിക്കുന്നതാണല്ലോ, അപ്പൊ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, ആൽഫബറ്റ്സിന്റെ ഒക്കെ ബോർഡ്സ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. മോണ്ടിസോറി മെറ്റീരിയൽസ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടില്ല, അത് ഒത്തിരി റേറ്റ് ആവും. പക്ഷെ ഈ ആൽഫബറ്റ്സിന്റെ വുഡൻ ബോർഡൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. റേറ്റ് ഒക്കെ കുറവാണ്. നിങ്ങൾ കുട്ടികളെ ആൽഫബറ്റ്സ് നിർബന്ധിച്ച് നമ്മൾ കൈയൊക്കെ പിടിപ്പിച്ചിങ്ങനെ എഴുതിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവരെ കൊണ്ട് തന്നെ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് ജസ്റ്റ് അവർ വരയ്ക്കുന്നത് പോലെ ആണ്. അവർ ആദ്യം അതങ്ങനെ ചെയ്ത് ശീലിക്കട്ടെ. കാരണം ഒരു കുറെ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് വരയ്ക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി അവരത് പഠിച്ചോളും. ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും, നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട. ഓക്കെ, 3 വയസ്സിന് മേലെയുള്ള കുട്ടികളെ കൊണ്ട് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാവുന്ന ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ. ഓക്കെ അല്ലേ? അത് നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ബ്ലോക്സുകൾ വെച്ചിട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നോക്കാം. പിന്നെ പറഞ്ഞ എന്താണ്, യങ് ചിൽഡ്രൻസ് പ്രാക്ടീസ് ഫൈൻ മോട്ടോർ
motor control through activities like cutting, threading, beads, sorting. നമ്മൾ കട്ടിങ്സ് കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ ബീഡ്സ് ഒക്കെ ത്രെഡ് ചെയ്യുന്നത്, അതേപോലെ സോർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കളർ വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ആവും. Parents need to provide children with a toy which further enhance their fine motor coordinations. ടോയ്സ് ഒക്കെ കൊടുത്ത് കുട്ടികളെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് കാണുന്ന മിക്ക മോൺസോറി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ടോയ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അങ്ങനെ ടോയ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് എന്താണ് ഫൈൻ മോട്ടോർ കോർഡിനേഷൻ കൊണ്ടുവരാനൊക്കെ അതൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. 1 മിനിറ്റ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ആക്ടിവിറ്റീസിൽ എന്ത് വരെയും ചെയ്ത് കഴിഞ്ഞു? ലാസ്റ്റ് ആക്ടിവിറ്റി നാളെ സബ്മിറ്റ് ചെയ്യാൻ തന്നത്. സാൻഡ് പേപ്പറിനെയാണോ? അല്ല, ചാർട്ടില് ഈ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, പിന്നെ പിക്ചർ ഒട്ടിക്കണം. ഓക്കെ മനസ്സിലായി. ഞാൻ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഇനി functional influence of physical development. Sorry, factors influencing physical development. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. The physical development of the individual is found to be influenced by both hereditary and environmental factors. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഡെവലപ്മെന്റ് അല്ലേ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഒരു കുട്ടിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? ആദ്യമാണ് എടുത്തത്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ജനറ്റിക് ഡിസീസ് വരുന്നുണ്ട്, സ്കിന്നിന് കളർ വരുന്നുണ്ട്. നമുക്ക് ജനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന എല്ലാ ഫാക്ടേഴ്സും എന്തിൽ വരുന്നുണ്ട്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ഓർമ്മയില്ലേ? പ്രീനന്റൽ ആൻഡ് പോസ്റ്റ് നന്റൽ. പ്രീനന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവത്തിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ്, ഡെലിവറിക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു അമ്മേനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടീനെ. നമുക്കറിയാം അമ്മയും കുട്ടിയും തമ്മിൽ ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്. അത് കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയം മുതലേ ആ ഒരു ഇമോഷണൽ ബോണ്ട് ഉള്ളതാണ്. സോ ആ ഫാക്ടേഴ്സുകൾ. പിന്നെ പോസ്റ്റ് നന്റൽ ഫാക്ടേഴ്സ്, ഡെലിവറിക്ക് ശേഷം ഫിസിക്കൽ എൻവയോൺമെന്റ്, അത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ്. അതിന് മൂന്നായിട്ട് നമ്മളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു പോർഷൻ പറഞ്ഞിട്ട് ഇവിടേക്ക് വരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. ശരിക്കും നിങ്ങൾ പറഞ്ഞത് തന്നതാണ്. ഇതാണ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പ്രീനന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡെലിവറിക്ക് അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പുള്ള അമ്മയായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. മെറ്റേണൽ ഹെൽത്ത്, ആ ഒരു പീരീഡിൽ അമ്മയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, അമ്മയുടെ ഫിസിക്കലും അതേപോലെ തന്നെ മെന്റൽ സ്റ്റേറ്റും എങ്ങനെയാണ്. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, ആ കുട്ടീനെ ക്യാരി ചെയ്യാനും വളർത്താനും അമ്മ റെഡിയാണോ എന്നുള്ളൊരു കാര്യം. ന്യൂട്രീഷൻസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കിട്ടിയിട്ടുണ്ടോ. ഇനി ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്, നമുക്കറിയാം ഡ്രഗ്സും ആൽക്കഹോൾ ഇൻടേക്ക് ഒക്കെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എന്താ പറയാ എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട് കുട്ടിക്ക് ഈ ഡ്രഗ്സും ആൽക്കഹോളും യൂസ് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അബോർഷൻ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് 3 monthsലൊക്കെയാണ് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യണമെങ്കിൽ എന്താണ് ആ ഒരു അബോർഷൻ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇനി ആക്സിഡൻസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യാറുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അത് അഫക്ട് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പോസ്റ്റ് നന്റൽ ഫാക്ടേഴ്സ് ആണ്. പോസ്റ്റ് നന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. ആ കുട്ടി ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങള്, അവന്റെ വീടും ചുറ്റുപാടും, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഇനി എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വരും, ഫിസിക്കൽ എൻവയോൺമെന്റിൽ വരും. സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. പിന്നെ എന്താണ്
സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി സ്ട്രക്ചർ, ജോയിന്റ് ഫാമിലി ആണോ ഓർ ന്യൂക്ലിയർ ഫാമിലി ആണോ? ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ ജോയിന്റ് ഫാമിലിയിലൊക്കെ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഷെയറിംഗ് ഹാബിറ്റും അതേപോലെ തന്നെ റെസ്പെക്ടിങ് എൽഡേഴ്സ്, മുതിർന്നവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നൊന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് കണ്ട് പഠിക്കുകയാണ്. സോ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എക്സ്പീരിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അവര് വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ സിന്ധു പറഞ്ഞപ്പോ ആലോചിച്ചു, വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ്. ആ കുട്ടിയുടെ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ബുദ്ധിനെ കൂടുതലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും, ഹൈറ്റുള്ള കുട്ടികളായിരിക്കും ഈ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാ വൈറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയണേ? എന്തുകൊണ്ടാ, അതെന്താങ്ങനെ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ. ചില ഭയങ്കരമായിട്ട് വൈറ്റ് ക്വസ്റ്റ്യൻ, അതെന്തുകൊണ്ടാ ആന്റി അങ്ങനെ പറഞ്ഞേ, അതെന്തുകൊണ്ടാ, ഞാൻ അത് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. വീണ്ടും എനിക്ക് അറിയാത്താണെങ്കിൽ പോലും ഞാൻ അത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ നോക്കാം. സോ അങ്ങനെ വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നമ്മളെ കുട്ടികളോട് നല്ല രീതിയിൽ ഫീഡ്ബാക്കുകൾ പറയാം. ഓക്കെ, പിന്നെ അവരെ റീഡ് ചെയ്യാം, സ്റ്റോറി ഒക്കെ പറഞ്ഞു കൊടുക്കാം, മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോയിന്റ്സ് ആയിട്ട് റൗണ്ട് അപ്പ് ചെയ്യാണ്. Physical development of an individual is to be found to be influenced by hereditary and environmental factors. നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്, അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് കുറച്ച് ഫാക്ടേഴ്സ് ആണ്. That affect the physical growth and development. Physical growth and development affect ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. The traits and characteristics inherit at the time of conception. എന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ട്രെറ്റ്സുകൾ അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റ്, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോ ആരാണ് സിന്ധു പറഞ്ഞ പോലെ ആ കുട്ടിയുടെ പാപ്പയ്ക്ക് ആ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോപ്പർ ആയിട്ടല്ലായിരുന്നു ഇത് ബ്രെയിൻ ഡെവലപ്മെന്റ് പറഞ്ഞു. മേ ബി അത് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കാം. പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കൈമാറ്റം കിട്ടുന്ന ഒരുപാട് അസുഖങ്ങളല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ട്രെറ്റ്സ് ആണ്, സ്വഭാവ ഗുണങ്ങള്, പെരുമാറ്റങ്ങള്. ഇപ്പൊ ഞാൻ പറയാം, ചില ആൾക്കാർക്ക് പെരുമാറ്റങ്ങൾ, നമ്മളിപ്പോ അച്ഛൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെയായിരിക്കും കുട്ടിയും പെരുമാറുന്നത്. സോ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ കൈമാറ്റം കിട്ടും. ഇപ്പൊ എന്റെ ഫാമിലിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് ശരിക്കും ഹസ്ബൻഡ് അച്ഛനെ പോലെയാണ്. ഹസ്ബൻഡ് അച്ഛൻ അധികം ഉറക്കി സംസാരിക്കുകയൊന്നും ചെയ്യില്ല, ഭയങ്കര കാമാണ്, എപ്പോഴും നല്ലൊരു സ്മൈലായിരിക്കും ആളെ കാണുമ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഹസ്ബൻഡ് വിചാരിച്ചു ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഈ ക്യാരക്ടർ ഉള്ളൂ എന്ന് വിചാരിച്ചു, റയർ ആണെന്ന് വിചാരിച്ചു. ദെൻ എനിക്ക് രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാട്ടോ, സെയിം ക്യാരക്ടറാ. അങ്ങനെ ഉറക്കി സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ആരും ഉറക്കി സംസാരിക്കുന്നത് ഇഷ്ടമല്ല, നമ്മൾ വന്ന് തല്ലും. അതേപോലെ തന്നെ നന്നായിട്ട് എല്ലാവരെയും കണ്ട പെട്ടെന്ന് ചിരിക്കും, ഭയങ്കര സ്മൈലാണ്. അപ്പൊ ഇവര് ഓരോ വെച്ചാല് അതേപോലെ ആയിരിക്കും. വെച്ചാല് നമ്മള് ഹെറിഡിറ്ററി ആയിട്ട് ഒരുപാട് സ്വഭാവ സവിശേഷതകൾ നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടും. ഇപ്പൊ ഒരുപാട് സംസാരിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളും എങ്ങനെയായിരിക്കും? ഒരുപാട് സംസാരിക്കും. ഓക്കെ, എന്റെ ഹസ്ബൻഡ് ഫാമിലിയിൽ ആരും അധികം സംസാരിക്കൊന്നുമില്ല, അതുകൊണ്ട് അവരെല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, എന്റെ അച്ഛനൊക്കെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നായതുകൊണ്ട് എനിക്ക് ആ ഒരു ശീലമുണ്ട്, ഒത്തിരി സംസാരിക്കുന്ന ശീലമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടേതായ സ്വഭാവ ഗുണങ്ങളും നമുക്ക് എന്ത് ചെയ്യും? കൈമാറ്റം ഇൻഹെറിറ്റന്റ് ആയിട്ട് കിട്ടാറുണ്ട്. അത് നമ്മൾ കൺസെപ്ഷന്റെ ടൈമിലാണ്. നിങ്ങൾ പീരീഡ് ഓഫ് കൺസെപ്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ചൈൽഡ് ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൽ തന്നെ നമുക്ക് DNA അല്ലെ, DNA എന്നല്ലേ പറയുന്നത്, തിൻ ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ജീനുകൾ അല്ലെ, ജീനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് DNA വഴി നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഫിസിക്കൽ ആസ് വെൽ ആസ് mental health of the mother during the time of pregnancy.
ഫിസിക്കൽ ഹെൽത്ത്, അമ്മയുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാണ്, എന്തെങ്കിലും ഇപ്പൊ മീസിൽസ് അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വരാണെങ്കിൽ കുട്ടീനെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മിക്കപ്പോഴും അമ്മമാർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയെ അഫക്ട് ചെയ്യാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി മെന്റൽ ഹെൽത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മമാര് സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? അമ്മ വിഷമിക്കാൻ പാടില്ല, അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വിഷമാവുന്നുണ്ട്. ശരിക്കും അതെ, കുട്ടിയും അമ്മയും തമ്മിലൊരു എന്താ പറയുക, ഒരു ബോണ്ട് എപ്പം മുതലുണ്ട്? പ്രഗ്നന്റ് ആകുന്ന സമയം മുതൽ ഉണ്ട്. അപ്പൊ അമ്മയുടെ ഫീലിങ്സ് എന്താണോ, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല എൻജോയിങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടിയും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി അമ്മ ഭയങ്കര സാഡ് ആണെങ്കിൽ കുട്ടിയും അതേപോലെ ആയിരിക്കും, ഭയങ്കര സാഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ദ ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്ത് ഓഫ് ദ മദർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. അമ്മയുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തും എങ്ങനെയാണ് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് ആ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോ മാക്സിമം പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, ഫിസിക്കലി ആസ് വെൽ ആസ് മെന്റലി ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെ നോക്കുക. അതേപോലെ തന്നെ നമ്മളെ കൂളാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു കാം ആയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് യോഗ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിഷ് ടീച്ചർ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഡിസ്കസ് ചെയ്തില്ലേ? നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മുടെ മനസ്സിനുള്ള അസുഖങ്ങൾ, മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ആണോ? ഇത് ശരിക്കും വരുന്നതാണോ ആയിഷയ്ക്ക്? അവസ്ഥ അതാ, ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. എന്റെ ഇപ്പത്തെ അവസ്ഥ അതാ, വെറുതെ സങ്കടം വരും, വെറുതെ ദേഷ്യം വരും, ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. ഹോർമോൺ ഇംബാലൻസ് ആണോ? ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്. ഓ, പ്രഗ്നന്റ് ആണ്. എത്ര മാസമായി? 3 മാസം. 3 മാസം. മുമ്പ് വർക്ക് ചെയ്യായിരുന്നു? ഞാൻ ഇവിടുന്ന് ട്യൂഷൻ എടുക്കുന്നില്ല. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ട്യൂഷൻ, ഡേ കെയർ അതുപോലെ ചെയ്യും. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ കുറച്ച് 2-3 മാസമായിട്ട് ദേഷ്യം വരും, സങ്കടം വരും. ആ പ്രൈമറി നമ്മുടെ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്ന ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് ഈ ദേഷ്യവും പെട്ടെന്ന് സങ്കടവും വരുന്നത്. പ്രൊജസ്ട്രോൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? കഴിച്ചു തുടങ്ങിയോ? ഞാൻ ഇവിടെ ഒരിക്കൽ കാണിക്കാൻ പോയുള്ളൂ. ഇനി മെയ് 26 എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് പോകണമെന്നുണ്ട്. കാരണം ഞാൻ ഖത്തറിലാണല്ലേ? എനിക്ക് അടിവയറ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നോണ്ട് ഞാൻ എന്നിട്ട് ഇന്നൊന്ന് പോയി. അത് വലുതാവുന്നതാണ്, ഗ്രോ ചെയ്യുന്നതാണ് കുട്ടിയുടെ. പക്ഷെ എന്റെ ഇത്താത്തയും പ്രഗ്നന്റ് ആണ്. ഇത്താത്ത നാട്ടിലാണ്. അപ്പൊ ഇത്താത്ത എന്നാലും ഇങ്ങനെ അടിവയറ് വേദന ഒരേ വരുന്നതായിട്ട് ആദ്യം കാര്യമാക്കിയിട്ടില്ല. ഇത്താത്ത അവിടെ സ്കൂളിൽ ടീച്ചറാണ്. അപ്പം ഇതാണ് ഈ UP സെക്ഷനാണ്. അപ്പൊ ഈ പോയും വരും. അപ്പൊ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ ഇപ്പൊ എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയാലും ഡോക്ടർ പറഞ്ഞു അത് ബ്ലീഡിങ്ങിന്റെ ആണ് അടിവയറ് വേദന. ബ്ലീഡിങ് ഉണ്ടായിരുന്നോ മോനെ? അങ്ങനെ ഇല്ലില്ല, എനിക്ക് ഉള്ളില് ബ്ലീഡിങ് ഉണ്ടാകുമ്പോ അടിവയറ് വേദനക്ക് ചാൻസ് ഉണ്ട് പറഞ്ഞു. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അറിയാനായിട്ട് പറ്റുവാണ്. നെക്സ്റ്റ് സ്കാൻ വരുമ്പോ നോക്ക്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മോൻ ടെൻഷനൊന്നും അടിക്കണ്ട. കാരണം പക്ഷെ എന്താണ്, എനിക്ക് ഇതുവരെ സ്കാനോ ഒന്നും നടന്നില്ല. ഇവിടെന്ന് വെച്ചാല് ഞാൻ ഗവൺമെന്റിലാണ് കാണിക്കുന്നത്. ഇവിടെ ഗവൺമെന്റും പ്രൈവറ്റും രണ്ടിലും കാണിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഗവൺമെന്റിലാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെന്ന് വെച്ചാൽ എല്ലാം അപ്പോയിന്റ്മെന്റ് ബേസിലാണ് കിട്ടുക. നമുക്ക് എമർജൻസി ആയി പോയാല് നമുക്ക് പെട്ടെന്ന് നോക്കും. പക്ഷെ സ്കാനിങ് അവര് ആ അപ്പോയിന്റ്മെന്റ് വെച്ച ദിവസം മാത്രമേ നടത്തുള്ളൂ. എനിക്ക് 26-നാണ് എന്റെ ഫസ്റ്റ് സ്കാനിങ് തന്നിട്ടുള്ളത്. ഞാൻ 2 മാസമായി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട്. ഇപ്പൊ ഇന്ന് നമ്മുടെ വിമൻസ് ഹോസ്പിറ്റൽ ഇതുണ്ട്, അതായത് മെഡിക്കൽ കോളേജിലും പോലെ ഇവിടെ നമ്മൾ പ്രസവിക്കാൻ വേണ്ടി പോകുന്നൊരു ഹോസ്പിറ്റൽ. അവിടെ ഒന്ന് പോയി നോക്കണം എന്നുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കേടാ. പിന്നില്ലേ, നോർമലി ആണ് ഈ ഒരു അബ്നോർമൽ പെയിൻ വരാനുള്ളത്. നോർമലി ആണ്. സാധാരണയായിട്ട് ഒരു ചെറിയ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ആ പെയിൻ ഉണ്ടാവില്ല. ഒരു കുത്തിയൊരു വേദന, പെട്ടെന്നൊരു ഭയങ്കരമായിട്ടൊരു വേദന നോർമലി സംഭവിക്കുന്നതാണ്. പിന്നെ നോക്കട്ടെ, നോക്കിയിട്ട് പറ. ഓക്കെ,
അങ്ങനെ വരാറുണ്ട്. നോർമലി ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേഷ്യം വരുന്നതും സങ്കടം വരുന്നതും ഹോർമോണൽ ഇംബാലൻസ് വന്നുകൊണ്ടാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ആകാൻ തയ്യാറാകുന്ന സമയത്ത് നമുക്ക് ഹോർമോൺസിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഹോർമോൺ ഇംബാലൻസ് കാരണമാണ് ആ ചേഞ്ചസ് വരുന്നത്. ഫസ്റ്റ് ടൈം ആണ്? അല്ല, എന്റെ തേർഡാണ്. തേർഡാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിപ്പം മൂന്നാമത്തതിന് ചിലപ്പം പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും മിക്കവാറും. ഞാന് എന്നുവെച്ചാൽ ഒരു ജോലി ആ ഒരു ഇതിലേക്ക് മൈൻഡ് ഫുൾ അങ്ങോട്ട് കൊടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പൊ അൽഹംദുലില്ലാ ഞാൻ ഇതാണ് കംഫർട്ടാണ്. പക്ഷെങ്കിൽ അതുകൊണ്ടാണോ ഈ ഇംബാലൻസ് എനിക്കറിയില്ല എന്താന്ന്. നോക്കട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അല്ലാതെ തന്നെ അല്ലേ കുട്ടികളെ ഉള്ളത് നല്ലതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം അത് ആ കുട്ടിയുടെ വളർച്ചയെ അത് എഫക്ട് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ദെൻ ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വോം ഓഫ് ദ മദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വോം അമ്മയുടെ വോമിൽ എംബ്രിയോയിൽ ഉള്ള സമയത്ത് എംബ്രിയോയിൽ കിട്ടുന്ന ന്യൂട്രീഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻസ് ചോദിക്കാല്ലേ എനിക്ക്. ഏതാണ് പീരീഡ് ഓഫ് എംബ്രിയോ? പീരീഡ് ഫ്രം അറിഞ്ഞോടവർക്ക് second to 8 month. ഓക്കെ, 2nd to 8th വീക്ക് വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. എംബ്രിയോ എടുക്കുന്ന സമയത്ത് ന്യൂട്രീഷൻ കുറച്ച് ന്യൂട്രീഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടണം. ആ സമയത്ത് എന്തൊക്കെ ന്യൂട്രീഷൻസ് കിട്ടണം? ഫുൾ ടൈം ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഫിസിക്കൽ ഹെൽത്തിന് എന്തായാലും അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. കണ്ടീഷണൽ കെയറും എന്ന് വെച്ചാൽ എന്താണ്? ക്രിട്ടിക്കൽ ആയിരുന്നോ, എമർജൻസി ആയിട്ടാണോ ഡെലിവറി നടക്കുന്നത്? അതേപോലെ ഡെലിവറിയുടെ സമയത്ത് കിട്ടുന്ന കെയർ. ഡെലിവറിയുടെ സമയത്ത് കിട്ടുന്ന കെയർ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ആവട്ടെ ആരാവട്ടെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അത് നമ്മൾ വേറെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവർ നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്നു പോകും. നമ്മൾ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് അത് നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. എന്തൊരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മള് തരുന്ന കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് 5 മാസം മുതൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ 5 മാസം മുതൽ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ഒരു 6 months വരെയുള്ള ആ ഒരു ടൈമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സ്ത്രീകളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കടന്നു പോകുന്ന സമയമാണ്. സോ ആ സമയത്ത് നമുക്ക് മെന്റലി കുറെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ സെക്കൻഡ് ബേബിനെ ഞാൻ പറയാം ഇപ്പൊ ആയിഷ പറഞ്ഞ പോലെ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നില്ല സെക്കൻഡ് ബേബിനെ കൺസ്യൂം ചെയ്ത സമയത്ത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാല് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അബോർഷൻ ആയിട്ട് രണ്ടാമത് കൺസ്യൂം ചെയ്തു. തേർഡ് ആയിരുന്നു മോൻ വന്നത്. അപ്പൊ ആ സമയത്ത് പ്രിപ്പയർഡ് ആയിരുന്നില്ല. എന്നാലും എനിക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു വാശിക്കായിരുന്നു ഞാൻ ഫുൾ കണ്ടിന്യൂ ചെയ്തത്. കാരണം എനിക്ക് എല്ലാവരും പറഞ്ഞു അധികം ഗ്യാപ്പില്ലല്ലോ, നമുക്കത് വേണ്ടാന്ന് വെക്കാം, അവളെ തന്നെ നോക്കിയാൽ മതി എന്നൊക്കെ തോന്നി. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുക നമ്മുടെ ഉള്ളിലല്ലേ ആ ജീവനുള്ളത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഞാൻ വാശി പിടിച്ച് മാഷിനെ കൊണ്ട് സമ്മതിപ്പിച്ച് കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പോ അതോടെ എന്റെ വീട്ടുകാരിൽ സപ്പോർട്ട് കുറഞ്ഞു. കാരണം അവർക്കത് കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കുറഞ്ഞു. ഫാമിലി ഹസ്ബൻഡ് വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത്. പിന്നെ അതിനോട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5th month ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കുറച്ചും കൂടി ഫിനാൻഷ്യലി കുറച്ച് ക്രൈസിസിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് അതൊക്കെ ഓക്കെ ആയി. ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്തും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു ക്രൈസിസിലൂടെ കടന്നുപോയിരുന്നു. അതിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് വന്നു. ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് ഉണ്ടല്ലോ, അവിടേക്ക് വന്നു. ഹസ്ബൻഡ് പുറത്തേക്ക് പോകാൻ നോക്കിയതായിരുന്നു. പുറത്തേക്ക് പോകാൻ നോക്കിയിട്ട് കുറച്ച് ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോവാണല്ലോ ഞാൻ. അതും ഞാൻ പ്രഗ്നന്റുമാണ്. പ്രഗ്നന്റ് അല്ല, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
6 days, ഡെലിവറി കഴിഞ്ഞ് 56 days. സോ ആ ടൈമില് ഞാൻ പെട്ടെന്നായിരുന്നു ഡിപ്രഷനിലേക്ക് പോയത്. ഡിപ്രഷനിലേക്കാണ് ഞാൻ പെട്ടെന്ന് പോയി. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നിന്നത്. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഫാമിലിയിലെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോയി. കാരണം കുറച്ച് ഫണ്ട് പോയെന്ന് പറഞ്ഞല്ലോ. ആ ഫണ്ട് കൊടുത്തത് ഞങ്ങള് ഒരു കസിൻ എന്ന് പറയുന്നില്ല, ഹസ്ബൻഡിന്റെ അമ്മയുടെ ആങ്ങളുടെ മോന്റെ കയ്യിലായിരുന്നു. അത് നഷ്ടമായപ്പോ ചേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചേട്ടനും അമ്മാവനും അമ്മായിയും കൂടി ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് അമ്മയ്ക്ക് എന്തായാലും എവിടെ പോകണം, അവിടെ പോയി നിൽക്കേണ്ടതായിട്ട് വന്നു. അമ്മയില്ല വീട്ടിലാകെ ഞാനും 2 കുട്ടികളും പിന്നെ ഹസ്ബൻഡ് അച്ഛനും അനിയനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സ്റ്റേജസിലൂടെ പോകുമ്പോ വീട്ടിൽ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യണം. പിന്നെ കുട്ടികളെ നോക്കണം. 2 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരാള് 2 years ഒരാള് ജനിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്കറിയാലോ. ഭയങ്കര കരച്ചിലും ഭയങ്കര ബഹളൊക്കെ ആവും. ചില സമയത്ത് ഭയങ്കര നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ ഒത്തിരി ആ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോയപ്പോ ഡിപ്രഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഡിപ്രഷനിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ എനിക്കറിയാം അത് ഡിപ്രഷനിലേക്കാണ് ഞാൻ പോണത്. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കടന്നു പോകുന്ന സ്റ്റേജ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ശരിക്കും ഡിപ്രഷനിലൂടെയാണ് ഞാൻ പോകുന്നത്. എനിക്കിപ്പോ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്റെ മനസ്സ് കൺട്രോൾ വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് മനസ്സിലായി. കാര്യം ഞാൻ പറഞ്ഞ രീതിയിൽ മനസ്സിലായി. കാരണം ഇത് ഒട്ടും അത് എന്താ പറയാ, കരച്ചിലും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ആ കാര്യങ്ങള് മനസ്സിലായി ഹസ്ബൻഡ്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തു. ആള് ഭയങ്കര സപ്പോർട്ടാണ്. ദെൻ എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് ചോദിച്ചു, നീ എന്ത് കാര്യത്തിലാണ് ഹാപ്പി ആയിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 57 കഴിഞ്ഞിട്ടുള്ളൂ കുട്ടിക്ക്. അപ്പൊ എന്ത് കാര്യത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മെന്റലി ഇത്തിരി ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടീച്ചിങ് തന്നെയാണ്. നീ പറഞ്ഞു, നീ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുട്ടിയോ അത് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല, നീ പഠിപ്പിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ടൈം മാത്രം ടീച്ചിങ്ങിന് വരാ അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. ദെൻ 1 year ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഇവിടെ പ്ലേസ്ഡ് ആയി. ദെൻ പിന്നെ അവന് 1 year ആയപ്പോഴേക്കും അവൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും അവൻ വന്ന് ജനിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറെ ക്രൈസിസ് ഒക്കെ വന്നതെന്ന് പറയും. അവന് നാളുകൊണ്ടാണെന്നൊക്കെ ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് അങ്ങനെ പറയാറില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അവനാണ് ശരിക്കും ലക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോബ് കിട്ടാനും ഒരുപാട് കാര്യങ്ങൾക്ക് അവൻ ഭയങ്കര ലക്കിയാണെന്ന് പറയാറുണ്ട് ആളുടെ വീട്ടില്. അപ്പൊ ആ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ആ ടൈം കണ്ടീഷനും ആ കെയർ ഓഫ് ടൈം ഓഫ് ഡെലിവറിയുടെ സമയത്തും ഡെലിവറിക്ക് ശേഷവും കൊടുക്കേണ്ട കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരന്റ് ആകാൻ റെഡി ആകുന്ന എല്ലാ അച്ഛനമ്മമാരും ആ ഒരു കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡെലിവറി വരെയും എങ്ങനെ കൊടുക്കണം. ഡെലിവറി കഴിയുമ്പോഴേക്കും കൂടുതൽ കെയർ ആർക്ക് കൊടുക്കും, കുട്ടിക്ക് കൊടുക്കും. പക്ഷെ അമ്മേനെ അവിടെ വിട്ടുപോകും. നമ്മൾ സാധാരണ അമ്മേനെ നമ്മൾ കെയർ ചെയ്യാനായിട്ട് വിട്ടുപോകും. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കെയർ കൊടുക്കേണ്ട ആരെയാണ്, അമ്മേനെയാണ്. കാരണം അമ്മയ്ക്ക് ആ സമയത്ത് ഹോർമോൺ ഇംബാലൻസും കുട്ടീനെ ഫീഡ് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയുടെ മനസ്സിലൂടെ പോകുന്നു. കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കാൻ നോക്കുക, അമ്മയ്ക്ക് കൊടുക്കാൻ നോക്കുക. കുട്ടിയുടെ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നല്ല, കുട്ടിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ അമ്മയ്ക്ക് കൊടുക്കുക. ഓക്കെ, or absence of physical defects, illness, disease. ചിലപ്പോ ഫിസിക്കൽ ഡിഫക്ട്സോ ഇൽനെസ്സോ ഡിസീസോ എന്തെങ്കിലുമൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ അതും ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ജനിച്ച ഉടനെ ഫിക്സ് ഒക്കെ വരാണെങ്കിൽ അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസുകൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു 6 മാസം മുതൽ ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് പനിയായിരുന്നു, ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പോ ഫിസിക്കൽ പ്രശ്നങ്ങൾ കുട്ടീനെ അഫക്ട് ചെയ്യാറുണ്ട്. The living condition are physical, social, culture. കുട്ടി ജീവിക്കുന്ന സാഹചര്യങ്ങൾ ആ കുട്ടിയുടെ ഫിസിക്കൽ, സോഷ്യൽ, കൾച്ചർ മേക്കർ അതെല്ലാം കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി ഓഫ് റീക്രിയേഷൻ, സെൽഫ് എക്സ്പ്രഷൻ, പ്ലേ, എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഒരു കുട്ടിക്ക് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതേപോലെ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ, എക്സ്പീരിമെന്റ്, അതേപോലെ ആസ്ക് വൈ ക്വസ്റ്റ്യൻ, സെൽഫ് എക്സ്പ്രഷൻ, അവന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ, പ്ലേ ചെയ്യാനായിട്ട് അലവ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെസ്റ്റ്, സ്ലീപ്പ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കുട്ടിയുടെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്
കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ കേട്ടാ. അപ്പോ നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ ലാസ്റ്റ് എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാട്ടെ എല്ലാവരും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഞാൻ നോക്കിയത്. ഫസ്റ്റ് ഇവിടെ മുതലുള്ള പാരഗ്രാഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കാട്ടോ. മാം ഞാനും ഒന്ന് എനിക്ക് ചെന്നൈയിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അതുകൊണ്ടൊന്ന് ലെഫ്റ്റ് ആവുകയാണേ മാം. ജോളി മാം ഞാനൊന്ന് ലെഫ്റ്റ് ആവുകയാണ്. എനിക്ക് ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം. അതുകൊണ്ട് താങ്ക് യു മാം. നാളെ ചെന്നൈയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. നാളെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓക്കെ താങ്ക് യു മാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒന്ന് റീഡ് ചെയ്യാട്ടോ. മാം ഈ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിൽ എത്ര പോയിന്റാ പറഞ്ഞത്? ABC 8 പോയിന്റ്സ്. ഞാൻ പോയിന്റ്സ് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫാക്ടേഴ്സും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടാവും കേട്ടോ. അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് കുറച്ചും കൂടി നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എഫക്ട് ചെയ്യുന്ന മാത്രം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടി ഉണ്ട്. ഇനി ചിലപ്പോ വീക്ക്ലി ഇനി 2 hours ഉണ്ടാവില്ല, 2 days ക്ലാസ് ഉണ്ടാവില്ല. ജിഷ് ടീച്ചറിന്റെ പോർഷൻ കുറച്ച് ലാഗ് ആണല്ലോ. അത് ജിഷ് ടീച്ചർ ആയിരിക്കും എടുക്കുന്നത്. 2 hours 2 അവർ ആരായിരിക്കും ജിഷ് ടീച്ചർ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഈ വീക്ക് മുതലല്ല, നെക്സ്റ്റ് വീക്ക് മുതൽ കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, ഒരിടത്തും ഒരിക്കലും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തെ അടുത്തറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുകളുടെ ജീവിതവും നമുക്ക് പാഠമായിരിക്കണം. അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ആശ്വസിക്കുന്നു. താങ്ക് യു.